ഞങ്ങളിത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അമ്മ റെഡിയായി. ഒരാൾ ആദ്യമോ നീക്കണുള്ളൂ കേട്ടോ. നല്ല ഉറക്കാണ്. കച്ചറയാണ്. നീച്ചിക്കാണ്ട് ഓരോ ഡ്രസ്സൊക്കെ കേട്ടിരുത്താണ് സ്ഥിരിട്ടത്. അപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിക്ക് ചേച്ചി മാറ്റാൻ നിൽക്കുകയാണ്. അമ്മ മാറ്റിക്കഴിഞ്ഞ് അമ്മണി സുന്ദരി കേട്ടോ. അമ്മണി നല്ല സുന്ദരി ആയിക്കണ്. പോകാനുള്ള പരിപാടിയാണ്. വേറെ ഒരാൾ പിന്നെ ഇവിടെ മേക്കപ്പിലാണ് ഇട്ടിട്ടാ. അപ്പോൾ പോകാനുള്ള പരിപാടിയിലാട്ടോ. അങ്ങനെ ഞാൻ നോട്ടെ. ഈ സാരിയൊക്കെ എടുത്തിട്ടാ ഒന്നും പറയണ്ട, അല്ലാതെ മതി. പിന്നെ പരസ്പരം മേക്കപ്പ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തു കൊടുക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടാട്ടോ. അപ്പം നമ്മളെ വണ്ടി എന്താ വെച്ചാൽ നമ്മൾ ടാറ്റ തന്നെ കേട്ടോ, ഇന്ത്യക്ക് തന്നെയാണ് നമ്മളെ വണ്ടി. അല്ലാതെ നമ്മൾ വേറെ വണ്ടിയിലൊന്നും പോകണില്ല. കാരണം എന്താ വെച്ചാൽ ആദ്യം മോനെ നേരത്തെ നീച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവന് ബുദ്ധിമുട്ടായിട്ട് കുട്ടികളല്ല, അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും നടന്നില്ലാത്തല്ലേ. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി എടുത്തത്. ഒന്നല്ല, അല്ലെങ്കിൽ ബസ് പോകാൻ തന്നെയാണ് താല്പര്യം കേട്ടോ. ബസ്സിൽ നല്ല സെറ്റപ്പായിട്ട് അവരെ കൂടെ ആർമതിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാ, കുട്ടികൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങൾ അതിനെടുത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ട് ജംഗ്ഷനിലെത്തിയപ്പോൾ പുതിയാപ്പിളിൻ്റെ വണ്ടി വന്നു. പിന്നെ ഞങ്ങൾ വേറെ നമ്മളെ കൂട്ടുകാരൻ്റെ അനുവിൻ്റെ ഒരു വണ്ടി വന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 4 വണ്ടി കാറായിട്ട് നമ്മൾ 4 കാറുണ്ടായിരുന്നു. പുതിയാപ്പിളക്കാർ അടക്കം ഒരു ബസ് വരുന്നു ഇവിടുന്ന് പോയത് കേട്ടോ. ബസ് നമ്മൾ ഡൊമിനോസിൻ്റെ ബസ് തന്നെ കേട്ടോ. നമ്മൾ പരിചയക്കാരൻ്റെ ബസ് തന്നെയാണ്. നല്ല സെറ്റപ്പ് ബസ്സാട്ടോ. നല്ല കിടക്കാജി ബസ് തന്നെ. പക്ഷെ എന്ത് പറയണത്, നമ്മുടെ കുട്ടികളങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ബസ് എടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ തന്നെ പോകുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടം, നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നതിനേക്കാളും ഇഷ്ടം നമ്മൾ കൂടെ പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഓടിച്ച് പോകുമ്പോൾ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഓടിക്കണ്ടേ. നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് അത്ര റിസ്ക്കോ ടെൻഷനോ ഒന്നും ഇല്ലല്ലോ. നമ്മളെ കൂടെ ഉള്ളവരും കൂടി നമുക്ക് അത്ര കെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അവരത്രയും ബെറ്ററായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും തിരിച്ച് വണ്ടി ഓടിക്കുക. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ് കേട്ടാ. ആദ്യം നോക്കാം. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോട്ടാ. പുതിയാപ്പിള വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. നല്ല മഴ ആയത് കാരണം ഒന്നും കാണുന്നില്ല. അപ്പൊ വളരെ കഷ്ടതയാണ്, മഴ കൂടുതൽ കാരണം. പ്രത്യേകിച്ച് മഴ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു വൃത്തിയട്ട മഴ. സത്യം പറഞ്ഞാൽ ഒരു സഭയ്ക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മഴയാണ്. കണ്ട ചീഞ്ഞൂട് രാവിലെ തന്നെ മഴ. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഞങ്ങൾ എവിടേക്കാ പോണെന്ന് വെച്ചാല് ഞങ്ങൾ നിലമ്പൂരിക്കാ പോണേ. ഞങ്ങൾ ഏട്ടന്റെ കല്യാണം നിലമ്പൂരിന്നാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട് പോവാണ്. അപ്പൊ ഈ കുട്ടികളുണ്ടായതുകൊണ്ട് ബസ്സുണ്ട്. ഞങ്ങളെ ബസ് മുന്നിൽ പോകണ്ടിട്ടാ. അപ്പൊ ഞങ്ങൾ കാരണം ഈ കുട്ടികള് കച്ചറയാണ്, ഛർദിക്കലും പിന്നെ അതിലിടയ്ക്ക് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ചെറിയ കുട്ടികളാണ്. രാവിലെ അവര് സുബൈക്ക് നീപ്പിച്ച് കൊണ്ടുവന്നതാണ്. ഇതിന് എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് അറിയാം. അപ്പൊ അതുകൊണ്ട് ബസ് കയറി എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ഓല നിർത്തിക്കണ്ടില്ല. അപ്പൊ നമുക്ക് നിർത്തിയാൽ മതിയല്ലോ. എല്ലാം ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ പോയോക്കട്ടെ. അപ്പൊ ഞാൻ അവിടുന്ന് കാണാം. അപ്പൊ ഞങ്ങളിതാ പോവാട്ടെ. ഞങ്ങളിതാ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണയൊക്കെ അടിച്ച് ഇനിയിപ്പോ ഇങ്ങനെ ഇറങ്ങണം. ഇതൊക്കെയാണ് ഞങ്ങളെ പേട്ട. അപ്പി ഇതാ അമ്മ ഉണ്ട്, ചേച്ചി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ പോയോക്കട്ടെ. പമ്പിലാണ് എണ്ണ അടിച്ച്. ഞങ്ങൾ പോണ റോഡാണ് മലപ്പുറം മഞ്ചേരി റോഡാട്ടാ. ഞങ്ങൾ നേരെ മലപ്പുറത്താണ്. ആനക്കയം, പിന്നെ ഇരുമ്പൊയി, പാണായി, ആനക്കയം, പിന്നെ മഞ്ചേരി, അങ്ങനെയായിട്ട് ഞങ്ങൾ പോണത്. പിന്നെ മഞ്ചേരിയിൽ നിന്ന് നേരെ ബൈപ്പാസ് വഴി നേരെ നിലമ്പൂർ റോഡായിട്ടാണ് ഞങ്ങൾ പോണത്. കണ്ടമാനം ഓടാണ്ട് കുറച്ചും നല്ല ഒരുപാട് ഓടാണ്ട് കേട്ടോ. ഒരുപാട് ഓടാണ്ട് നമ്മൾ അത്രത്തോളം ഓടാണ്ട് റോട്ടുമ്പോൾ കൂടി ഇതിങ്ങനെ നിൽക്കാതെ ചവിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പം ഞാനെന്ന് വിചാരിച്ച് നമ്മളെ വണ്ടി നമ്മളെ കുഴക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെയാണ് മൂപ്പരെ കൂടെ കൂട്ടിയത്. അതിൻ്റെ മൂപ്പര് ടാറ്റയാണ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്തെ ആളുകൾ പറഞ്ഞേക്കാം ടാറ്റ ഉന്തിക്കോ എന്നൊക്കെ പറയണേക്കാം. പക്ഷെ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് വന്നില്ല കേട്ടോ. കാരണം നമ്മളെ സമയം നിന്നപ്പോൾ ആൾ തട്ടിപ്പുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ വണ്ടി നിൽക്കലും കേടലൊക്കെ സാധാരണ അല്ല. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾ ബെറ്ററാണ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ ടാറ്റൻ്റെ വണ്ടിന്നേ ഉള്ളൂ. എഞ്ചിൻ വരുന്നത് സ്വിഫ്റ്റ് കോട്ടറ ജെറ്റ് എഞ്ചിനായിട്ട് വരുന്നത്. വണ്ടി കുഴപ്പമൊന്നുമില്ല, ധൈര്യത്തിൽ എവിടേക്കും പോവാം. എന്നെ സംബന്ധിച്ച് ഇന്ന് വരെ എവിടെയും കുഴക്കിയിട്ടില്ല കേട്ടോ നമ്മളെ മുത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പോണ വഴിയിൽ പിന്നെ ഒരു ഇത് കണ്ടിട്ട് ഒരു കാട് രണ്ട് സൈഡിലും മരങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതര ഒരു വൈബായിക്കിട്ട് നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഏരിയയായിട്ട് നല്ല മഴ. 2 സൈഡും പീഡിയ റൂമുകളും കാര്യങ്ങളും ഷെഡ്, പഴയ കാലത്തെ വെച്ചിട്ട് ഷെഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പ്രത്യേകതര ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലം കണ്ടിട്ട് പോണ പോക്കിൽ നിലമ്പൂർ റോട്ടിൽ തന്നെയാണത്. ഏതാണ്ട് തേക്കും മ്യൂസിറ്റിക്ക് അവിടെ നിന്ന് 6 കിലോമീറ്റർ 7 കിലോമീറ്റർ അങ്ങനത്തെ ഒരു ബോർഡ് കണ്ടിട്ടോ അവിടെ. പക്ഷെ നമ്മൾ കയറാൻ കഴിയില്ല, നമ്മളെ ലക്ഷ്യം വേറെയുള്ള. അപ്പോൾ നമ്മൾ ഇനി ഇതിനായിട്ടൊരു ലക്ഷ്യത്തിലൊരു ദിവസം നമ്മൾ വരുന്നുണ്ട്.
അപ്പോൾ ഏതായാലും ആ വീഡിയോ എന്തായാലും നമ്മളൊരു ദിവസം വരുന്നതായിട്ട് എടുക്കും. പൂക്കോട്ട് പാടെത്തിട്ടാ ആദ്യം ഇത് എപ്പോഴാണ് ഉറങ്ങി നീച്ചത്? ആദ്യം ഇപ്പോൾ ഉറങ്ങി നീച്ചാണ്. എങ്ങനെയുണ്ട് ആദ്യം ഉറങ്ങി നീച്ചപ്പോൾ എങ്ങനെയുണ്ട്? നോക്കി ഉറങ്ങി നീച്ചപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറാണല്ലോ, നല്ല ഉറക്കം ഉറങ്ങിയിരിക്കണ ചെക്കൻ. അവിടുന്ന് ഉറങ്ങിയതാണ്. ഇപ്പോൾ അതാ ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കട്ടാ. ഇതൊക്കെ എല്ലാവരും ടയേർഡായിരിക്കണേ. കുറേ നേരമായില്ല. ഇപ്പോൾ രാവിലെ കയറി ഇരുന്നതല്ലേ, എല്ലാവരും ടയേർഡായിരിക്കണം. അപ്പം ഇനി ഏതായാലും ഇതാ അമ്മണി നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടേ. ഞങ്ങളിത് അവിടെ ഉണ്ട്. അപ്പം ഇനി ഏതായാലും ഞങ്ങൾ ബസ് ബാക്കിൽ വരുന്നുണ്ട് കേട്ടോ. ബസ് ബാക്കിലുണ്ട്. പുതിയാപ്പിളയ്ക്ക് വൈകിട്ടായിരുന്നു അതപ്പോൾ ഉണ്ടായത്. അപ്പോൾ ഏതായാലും വരുന്നുണ്ട് ബാക്കിൽ. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് എത്തുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പൂക്കോട്ടുപാടാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. പൂക്കോട്ടുപാടം നിലമ്പൂരിൽ നിന്നും കുറേ അങ്ങോട്ട് പോരാനുണ്ട് പൂക്കോട്ടുപാടം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും ഞാൻ അവിടെ നിന്ന് കാണാം. ലാദിയ എന്നാ പറയും, എല്ലാവരോടും പറയും. അപ്പോൾ അവിടെ നിന്ന് കാണാൻ പറയും. ഒന്നരാടം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. റോഡൊക്കെ ആകെ നല്ല ഈർപ്പത്ത് തന്നെ ഇട്ടാൽ. കാരണം ചവിട്ടാനൊന്നും ഓവർ സ്പീഡിലൊന്നും കയ്യിലിട്ടാൽ കാരണം ചവിട്ടിയാൽ കിട്ടൂല. നമ്മൾ ഓടിച്ച ഒടിവിലൊക്കെ സ്കിഡായി പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഓവർ സ്പീഡിലല്ല, ഒരു നോർമൽ സ്പീഡിൽ 60 സ്പീഡ് ലെവലിൽ തന്നെ പോയിട്ടുള്ളൂ കേട്ടോ. കൂടുതലായിട്ടൊന്നും പോകാൻ കഴിയില്ല. കാരണം അങ്ങനെയും വഴുക്കും ചിലപ്പോൾ റോഡിൽ ഈ ഓയിൽമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ എത്താൻ ആഗ്രഹിച്ച് നമ്മുടെ അമ്പലത്തിട്ടാണ് പൂക്കോട്ടൂർ അമ്പലത്തിട്ടാണ്. പൂക്കോട്ടൂർ അവിടെ എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അവിടെ പോകുന്നത് കേട്ടോ. കാരണം ഞാൻ ഇന്ന് വരെ എൻ്റെ നിശ്ചയം വെച്ച കാലം തൊട്ട് വരുന്നവരെ ഞാൻ നമ്മൾ നാട് വിട്ടിട്ട് അങ്ങനെ ലോങ് ചുറ്റുള്ള അമ്പലം ഈ രാമേശ്വരം മൂകാംബിക എന്നുള്ള നിലയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ലെവലുള്ള അമ്പലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാരണം അപ്പോൾ ഇതാ ചെക്കനത് ഇറങ്ങി വരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ സൈഡാക്കി ചെക്കനിനി ഒന്ന് സെറ്റായിട്ട് വേണം ഇറങ്ങാൻ. അമ്പലം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏരിയുള്ള വലിയൊരു അമ്പലമാണ് അത്. അമ്പലത്തിൽ ഒരുപാട് ആൽമരവും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നല്ലൊരു മണ്ഡപമുണ്ട്. കല്യാണത്തിനായിട്ടൊരു മണ്ഡപം തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ടീമായിട്ട് നമ്മുടെ ടീം എല്ലാവരും കൂടെ നമ്മൾ അമ്പലത്തിൽ കേരള പരിപാടിയാണ്. പിന്നെ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആളുകളുണ്ട് നമ്മളെ കൂടെ വന്ന്. നമ്മളിപ്പോൾ ഒരു ബസ്സിനും പിന്നെ ഒരു 4 കാറിനുള്ള ആളുണ്ടല്ലോ, അത്യാവശ്യം ആളിയന്മാരും ഒരുവിധ ആളുകളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ റിലേറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ളൂ. കാരണം നമുക്കവിടെ വീട്ടിൽ റിസപ്ഷൻ ആയത് കാരണം കൂടുതലായിട്ട് ആളുകളൊന്നും നമ്മളെ കൂടെ വന്നിട്ടില്ല. നമ്മളെ റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ പുറത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു ആൽമരവും കാര്യങ്ങളും എല്ലാം നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ധൈര്യമായിട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ആദ്യം തന്നെ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്നത് കേട്ടോ. അവനൊരു ഷൂസ് ഉണ്ടായിരുന്നു, വലിയൊരു ഷൂസ്. ആ ഷൂസ് ഇട്ട് കണ്ടാണ് അവൻ കയറി വന്നത്. അങ്ങനെ ഷൂസ് അവിടെ താഴത്ത് ഇറക്കി വെച്ചിട്ടാണ് പിന്നെ ഞാൻ അവനകത്തേക്ക് കയറ്റിയിട്ടത്. കാരണം അവന് ചെരുപ്പ് ഇട്ടില്ലെങ്കിലും കുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ എന്തൊക്കെ ചെയ്യേണ്ടത് ചെയ്യാത്തതെന്നുള്ളത്. നമുക്ക് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ അവർ ഓടിക്കന്ന് കയറി കഴിഞ്ഞാൽ നമുക്കതറിയാൻ കഴിയില്ല. അങ്ങനെ അമ്പലത്തിൻ്റെ പുറത്ത് ചെരുപ്പ് പോയി വെച്ചിട്ടാണ് അവൻ കയറി വന്നത്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൻ്റെ ഒരു ഉള്ളിൽ ചെന്നാൽ തന്നെ ഭയങ്കര ഒരു നല്ലൊരു ഫീലിങ്സ് ആയിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ. പിന്നെ എല്ലാവരും ഉണ്ട്, എല്ലാവരും ഓരോരോ വഹിക്കാൻ ഇങ്ങനെ ഇപ്പോൾ ഏതായാലും സമയം അടുത്ത് തുടങ്ങിയ കല്യാണത്തിന് കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാരുടെ വൈഫാണ് രക്ഷിച്ച് ഇങ്ങനെ ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പായസം കിട്ടുന്ന നിർബന്ധമായിട്ടാണ്. കാരണം എന്താ വെച്ചാൽ എല്ലാ അമ്പലത്തിൽ പോയാലും അമ്പലത്തിൽ ചെന്നാൽ പായസം കിട്ടുമെന്ന് അവനറിയാം. അതെന്താണെന്നറിയില്ല. ആ കുട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ ഓനത് പഠിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഏത് അമ്പലത്തിൽ പോയാലും ഞാൻ അതേമാതിരി പോയിട്ട് അവിടെ പോയിട്ട് ഇതേമാതിരി നമ്മുടെ പായസം ഉണ്ടാവും, നല്ല മധുരമാണ്. അമ്പലത്തെ പായസങ്ങൾ കഴിച്ചതെന്ന് അറിയില്ല, ചിലർ കഴിക്കാത്തുണ്ടാവും, ചിലർ നമ്മളിപ്പോൾ എൻ്റെ കൂട്ടുകാരനൊക്കെ അതേമാതിരി ഞാൻ കൊണ്ട കൊടുക്കലൊക്കെ കണ്ടിട്ടാണ്. അവിടെ പോകുമ്പോഴും പനി പോകുമ്പോഴും ശബരിമലത്തെ പ്രസാദമൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അതേമാതിരി കിട്ടാത്തതായിട്ട് നമ്മൾ ഇങ്ങനത്തെ കൂട്ടുകാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കൊണ്ട കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമോ എന്താ വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിട്ടത് പായസം, അമ്പലത്തെ പായസം പ്രത്യേക ഇഷ്ടമായിട്ടാണ്. കൂടുതലായിട്ട് കഴിക്കുന്നില്ല, കുറച്ചേ കഴിക്കുള്ളൂ. എന്നിരുന്നാലും ആൾ കഴിക്കുന്നത് നല്ല സൂപ്പറായിട്ട് തന്നെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആലിയൊട്ടാളെ സമയം എടുത്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞങ്ങൾ ആദ്യം അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് സ്പൂണൊക്കെ എടുത്തിട്ട് അതൊക്കെ കഴുകി കൊടുത്ത് ഞങ്ങൾ താഴത്തെത്തില്ല. പിന്നെ എല്ലാവരും മണ്ഡപത്തിൽ കയറാനുള്ള പരിപാടിയായിട്ട് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും സെറ്റ് ചെയ്തിട്ടോ. താലി കെട്ടാനുള്ള സമയമായപ്പോൾ ചേച്ചി നമ്മുടെ ഏട്ടൻ്റെ ഭാര്യയാണ് ഏട്ടത്തിയമ്മേട്ട. അപ്പോൾ ഏട്ടത്തിയമ്മ വന്നിരുന്ന് പിന്നെ ഏട്ടനൊക്കെ ഉണ്ട് അവിടെ എഴുതിയിട്ടൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. കൂടുള്ളത് നമ്മളിപ്പോൾ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരുടെ സന്തോഷമുണ്ട്. പിന്നെ ആളിയനുണ്ട്, ചേച്ചീൻ്റെ ഭർത്താവ്, പിന്നെ അപ്പുറത്തൊക്കെ എൻ്റെ വലിയ ചേട്ട അച്ഛൻ്റെ ഏട്ടനാണത്. പിന്നെ നമ്മുടെ പേരെ ബാക്കിൽ നിൽക്കേണ്ടത് ഫസ്റ്റത്തെ ചെറിയ ഏടത്തി, രണ്ടാമത്തേത് മൂത്ത ഏടത്തി, പിന്നത്തേത് ചേച്ചിയേട്ടാ, നമ്മുടെ ഉദയാപ്പളിൻ്റെ ചേച്ചിയാണ്. പിന്നെ അത് അപ്പുറത്തുള്ള അനിയത്തിയേട്ടാ. അപ്പോൾ അതാ കല്യാണം താലി കെട്ടൽ അതിഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞിട്ടോ. കാരണം ഒരുപാട് നേരം പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ട് നമ്മൾ അത്രയും സന്തോഷമായിട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ, ഏട്ടന്മാരുണ്ട്,
പിന്നെ ചേച്ചിമാർ ഒരുവിധ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട്. കാരണം അവരെ ആളുകൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടൊന്നും അവരെ ആളുകളില്ല. പിന്നെ നമ്മുടെ കാര്യമായിട്ടുള്ള ഇതായിട്ട് നമ്മുടെ മാല മാറലാണ്. ഒരു മാല ഇടുന്ന ഒരു പരിപാടി ഉണ്ട്. ആദ്യം പൊക്കിയും മാലയല്ല കേട്ടോ, സാധാരണ നോർമലായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഒരു മാല ഇടുന്നില്ല, ആ മാല ഇടലുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് പൊക്കിയും മാലിൻ്റെയൊക്കെ പരിപാടി കേട്ടോ. അല്ലാതെ ഇപ്പോൾ തന്നെ ഒന്നുമില്ല പൊക്കിയും മാലേണ്ടത്. ഒരു 10 മിനിറ്റ് കഴിയും. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് കേട്ടോ അവിടെ നമ്മുടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊക്കിയും മാലയും മാറാനുള്ള ഒരു പരിപാടിയായിട്ട് ഇനിയുള്ളത്. ഇനി നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല, നമുക്കിനി മണ്ഡപത്തിൽ കുറച്ച് നേരം കൂടി പരിപാടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി വന്നില്ല നമ്മുടെ പെൺകുട്ടിൻ്റെ അച്ഛനാട്ടോ. അച്ഛനൊക്കെ ഒരു സാധാരണ നാട്ടിൻപുറത്തൊരു ശൈലിയുള്ളൊരു വ്യക്തി കേട്ടോ. അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് വല്ലാത്തൊരു സമയമാണ്. കാരണം നമുക്ക് ഒരുപാട് മറക്കാൻ പറ്റാത്ത ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ട് ഇതിൽ. അപ്പോൾ അതാണ് നമ്മുടെ അച്ഛനും അമ്മയും. പിന്നെ നമുക്ക് തലടലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം കേട്ടോ, മണ്ഡപത്തിൽ പ്രദക്ഷിണം വയ്ക്കുക എന്ന് കഴിഞ്ഞിട്ട് വേണം. ഇനി ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ, ദക്ഷിണ കൊടുക്കാണ്ട്. പിന്നെ ബൊക്കയും മാലയും കൈമാറാനും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അവർക്ക് പന്തലിന്. കാരണം നമ്മുടെ ഇതിൽ തന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളതിനേക്കാളും കഷ്ടപ്പാടാണ് നമ്മളെ ഈ നായന്മാരുടെ മാരേജിൻ്റെ ഒക്കെ അവസ്ഥാനങ്ങൾ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഇത്ര ഒന്നുമില്ല, അതിനേക്കാളും ഒരുപാട് കടമ്പകളുണ്ട് കേട്ടോ അവർക്ക്. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, നമ്മളെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊക്കെ ഇതേമാതിരി പോയപ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മളിതിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറവാണ്, അത്രയ്ക്കില്ല കേട്ടോ. ഉള്ള ചടങ്ങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ മാല കേട്ടോ, വിവാഹ മാല എന്ന് പറയുന്നത് നമ്മൾ താലി അങ്ങോട്ട് കെട്ടുമ്പോൾ ഓൾറെഡി ഓരോരു ചെയിൻ ഇങ്ങോട്ട് ഇട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് അത് എല്ലായിടത്തുള്ള കേട്ടോ. എൻ്റെ കല്യാണത്തിനുണ്ടെന്ന് എല്ലാ കല്യാണത്തിനും തലമുറകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറണം. പിന്നെ മോതിരം കൈമാറി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ പൊക്കിയും മാലയും കൈമാറുള്ളത് കേട്ടോ. പിന്നെ മോതിരമാറ്റം ചിലർ കല്യാണത്തിന് മുന്നേ കഴിക്കണവരുണ്ട്. നമ്മുടെ ഈ എൻഗേജ്മെൻറ്റ് സമയത്ത് മോതിരം ഇടുന്നവരുണ്ട്. അല്ലാത്തവർ ഇതേമാതിരി കല്യാണത്തിന് അന്ന് മോതിരം ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. നമ്മളിതിൽ തിരിച്ചും മറിച്ചുമൊക്കെ ചെയ്യട്ടെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ചെയ്യലുണ്ട്. പലരും പലമാതിരി തന്നെയാണ് ഇതാക്കൽ കേട്ടോ. അങ്ങനെ തിരുമേൻ്റെ കയ്യിൽ ബൊക്ക ഉണ്ട്, ബൊക്ക കൊടുക്കാണ്ട് ഇനി ബൊക്കയൊക്കെ വാങ്ങാണ്ട് പിന്നെ അതൊക്കെ വാങ്ങി സെറ്റായിട്ട് വേണം ഇനി ഇറങ്ങാൻ കേട്ടോ. ഇനി പിന്നെ അച്ഛനതാ നേരെ കുട്ടിയുടെ ബാക്കിൽ നേരെ അച്ഛന് പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ കുടുംബക്കാരായിട്ടുള്ള റിലേറ്റീവ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ തന്നെ. ഇനി അവിടുന്ന് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വേണം ഇനി അമ്പലത്തേക്ക് പോകാനായിട്ട്. അവിടെ ഒരുപാട് അതൊക്കെ അവരെ ബന്ധുക്കളുണ്ട്, നമ്മളെ ബന്ധുക്കളുണ്ട് കേട്ടോ. രണ്ടുകൂട്ടരെ ബന്ധുക്കൾ ഒരേമാതിരി തന്നെ ഉണ്ട് കേട്ടോ അവിടെ പങ്കെടുക്കാൻ. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയ പാടന്നെ നമ്മളെ മണ്ഡപത്തിൽ ഇനി ദക്ഷിണ കൊടുക്കുക. പിന്നെ അതേമാതിരി നമുക്ക് നമ്മുടെ ചെക്കൻ്റെ ഭാര്യൻ്റെ അമ്മയ്ക്ക് ഇതേമാതിരി ഒരു ഇത് കൊടുക്കണം, സാരി കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ സെറ്റ് ആക്കുന്നുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ വലിയ ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇറങ്ങിയിട്ടാ. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ വരുന്ന 2 മരം ഇതാണ്, ചെടിയുള്ള മരങ്ങളാട്ടത്. ഞാനവിടെ പോയി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്കും വേണ്ടി നടന്നതല്ല കേട്ടോ, അവരവിടെ വീഡിയോഗ്രാഫിക്കും വേണ്ടി നടന്നിട്ട്. ആ ഗ്യാപ്പിൽ പേട്ടത് അവിടെ ഓടി നടന്ന് കച്ചറ കളിക്കുന്നുണ്ട്. ആ ചളി പിളിയിലൊക്കെ ആകെ വൃത്തിയില്ലാത്ത കോലത്തിൽ നടക്കണം. ഇതിപ്പോൾ നമ്മളെ ഏട്ടനാണ്, ചെക്കൻ്റെ നേരെ ഏട്ടനാണിത്. നേരെ ഏട്ടന് പിന്നെ അവൻ്റെ അടുത്ത് പെങ്ങന്മാർ പിന്നെ ചേച്ചിമാരെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഒരുവിധ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇനി അതിനുള്ള പരിപാടികളാട്ടോ. അവർ നേരെ മണ്ഡപത്തിലെത്തിക്കഴിഞ്ഞാൽ ഇനി ഈ സാരി കൊടുക്കുക അങ്ങനത്തെ കുറേ ഐറ്റം പരിപാടികളാട്ടോ ഇനിയുള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല, ഇനി ഇനി വളരെ ചുരുക്കം പരിപാടികളേ ഉള്ളൂ കേട്ടോ. നമ്മളെ ഫാമിലി ഫോട്ടോസ് എടുക്കുക എന്നുള്ള പരിപാടികളേ ഉള്ളൂ ഇനി നമുക്കിപ്പോൾ പന്തലിലുള്ള കാര്യങ്ങൾ കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല കേട്ടോ. ഇനി അത് നമ്മളെ ചെക്കൻ്റെ കൂടെ നിൽക്കേണ്ടത് നമ്മളെ അളിയനാട്ടോ. എൻ്റെ ചേച്ചിയുടെ വലിയച്ഛൻ്റെ മോളെ ഭർത്താവാണത്, അളിയനാണ്. അളിയന് കൂടുതൽ എൻ്റെ അളിയനാട്ടോ. അളിയനും പിന്നെ വലിയച്ഛനുമാണിത്. ഇത് നമ്മുടെ ചെക്കൻ്റെ ഭാര്യൻ്റെ അമ്മയാണ് കേട്ടത്. അപ്പോൾ അമ്മയ്ക്ക് സാരി കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങായിട്ട് ഇനി അവിടെ ഉള്ളത്. കൂടുതലായിട്ടൊന്നുമില്ല, ഇനി ചടങ്ങുകൾ ഒരുപാടുണ്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ അമ്പലത്തിലെ ആയതുകൊണ്ട് ചടങ്ങുകൾ കുറച്ച് കുറവാണ് എന്നുള്ളൂ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമ്മളിനി ഫോട്ടോഷൂട്ടാണ് ഉള്ളത്, കാര്യമായിട്ട് ഫോട്ടോഷൂട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് അപ്പോൾ ഞങ്ങളിത് നാട്ടിലോട്ടുള്ള പരിപാടിയായിട്ട് ഇനി. അപ്പോൾ ഇനി എല്ലാവരും അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വരും. അപ്പോൾ ആ വണ്ടിയിൽ കയറി അവർ വണ്ടിയിൽ കയറി ഒന്ന് യാത്രയാക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പുറത്തേക്ക് പോകുന്നിട്ടുള്ളൂ കേട്ടോ. കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ടേ ഇറങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അതുവരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫാമിലി
ഒക്കെ സെറ്റായി ഇതാ വീട്ടിൽ നമ്മളും പോകണം. അപ്പോൾ ഞങ്ങൾ പോകട്ടെ, വണ്ടി കയറി എല്ലാം സിറ്റിങ് അങ്ങനെ കേട്ടോ. ഡോർ അടഞ്ഞില്ല കേട്ടോ, ഡോർ അടക്കി. അപ്പോൾ ഞങ്ങൾ ഇതേട്ടാ ചെക്കനെ താലിയിട്ടൊക്കെ കഴിഞ്ഞ് ചെക്കനെ വണ്ടി കയറ്റിപ്പോൾ ഞങ്ങളും ഇവിടുത്തെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി പോകണേ നാട്ടിലേക്ക് പോകണേ. ബിരിയാണി ഇട്ടാ ശരി, തൊള്ള തുറന്നാൽ ബിരിയാണിയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന പരിപാടിയാണ്. എല്ലാവരും ഉണ്ട്, അമ്മ ഉണ്ട്, ചേച്ചിൻ്റെ എല്ലാവരും ഉണ്ട്. വന്ന ആളേ ഒരാളുണ്ട്. ഓക്കെ, അപ്പോൾ ശരി, അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റാ. ആദ്യമോ കുറേ വട്ടം ബിരിയാണി എന്നുള്ള പറഞ്ഞ് ഞാനും വിചാരിച്ചത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ വീട്ടിൽ ചെന്നിട്ട് ബിരിയാണി കഴിക്കുക എന്നുള്ളതാണ്. കാരണം അമ്പലത്തിൽ വെച്ചായതുകൊണ്ട് ബിരിയാണിയും കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ളൊരു കാര്യങ്ങളോ അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പ്രതീക്ഷിക്കാതെ അവർ ഒരു ഗിഫ്റ്റായിട്ട് നമ്മുടെ അതിൻ്റെ അടുത്ത് തന്നെ അമ്പലത്തിൻ്റെ തൊട്ട് ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഒരു കസാമിയ റെസ്റ്റോറൻറ്റ് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, വലിയൊരു റെസ്റ്റോറൻറ്റാണ്. ഈ വലിയ റെസ്റ്റോറൻറ്റിൽ അവരെല്ലാവർക്കും വന്ന എല്ലാവർക്കും ഫുഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നിട്ട് അത് ലക്ഷറി ആയിട്ടുള്ളൊരു വലിയ ഹോട്ടലാട്ടോ അത് വരുന്നത്, റെസ്റ്റോറൻറ്റ്. നമ്മൾ അത്രയും നല്ല സെറ്റപ്പ് ആയിട്ടുള്ളൊരു ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ അതേമാതിരി ഭക്ഷണം കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ. അവിടെ മൊത്തത്തിൽ നമ്മുടെ എങ്ങനെയാണോ ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം എല്ലാവർക്കും കൊടുക്കുന്നത് അതേ സിസ്റ്റത്തിൽ തന്നെയാണ് അവരവിടെ ഭക്ഷണം സെറ്റ് ചെയ്തിരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ, അമ്മ, ചേച്ചി, പിന്നെ 2 ചേച്ചിമാർ, പിന്നെ വൈഫ് ആദിമോന്, പിന്നെ ചേച്ചിയുടെ മോള്, പിന്നെ ആദിമോന്, ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ഇരുന്നിരുന്നത്, ഒറ്റ ടേബിളുമിൽ ഇരുന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി തന്നെ അവിടെ ഉണ്ടായിട്ട് അങ്ങനെ ആദിമോൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആദിമോനൊരു ചിക്കൻ ബിരിയാണിയും കിട്ടിയിട്ടാണ്. പിന്നെ ഞാനെന്താ വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി പൊതുവേ ഇപ്പോൾ കുറവാണ്, ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ, കൂടുതലായിട്ട് ഞാൻ കഴിക്കലില്ല. ഇപ്പോൾ പൊതുവേ കുറച്ച് ചുരുക്കിയതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ വണ്ടി പോണത് കാരണം ഒരു സ്ഥലത്തൊക്കെ നമുക്ക് എപ്പോൾ ചെന്നാലും ഈ വക ബിരിയാണിയും ചിക്കനും അല്ലെങ്കിൽ പ്രോട്ടീൻ ഇതൊക്കെ തന്നെ കിട്ടുള്ളൂ. അല്ല നല്ല ഭക്ഷണം, ഹോട്ടൽ ഭക്ഷണം അല്ലാത്തൊരു ഭക്ഷണം നമുക്ക് കിട്ടൽ കുറവാണല്ലോ. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതവിടെ റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം ഏൽപ്പിക്കുന്നു. കൊടുക്കൂല മോനെ, പൊന്നൂർക്ക് വരാനും കൊടുക്കൂല. നമ്മൾ പറയണ്ട ആദ്യമോനെ തരാമെന്നാ പറയുന്നത്, പോട്ടെ അത് തരില്ല. പിന്നെ അതല്ല, ഞങ്ങൾ റെസ്റ്റോറൻറ്റിലായിരുന്നു ഭക്ഷണം കഴിച്ചു. അത് അവരെ മിണ്ടല് കുട്ടികളെ ആദ്യം മിണ്ടല്ലാന്ന് പപ്പ പറയട്ടെ, അയക്കണില്ല കച്ചറി. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ ഭക്ഷണം ഏൽപ്പിക്കുന്നത്. റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുക്കാട് അമ്പലത്തിൽ വെച്ചിട്ട് കല്യാണം. അപ്പോൾ അവർക്ക് അവിടെ സൗകര്യ പ്രശ്നമുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ അവിടെ സദ്യയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ബിരിയാണി ഏൽപ്പിച്ച് തരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടുന്ന് അമ്പലത്തിൽ വെച്ച് കസാമിയ റെസ്റ്റോറൻറ്റ് ആയിരുന്നു കണ്ടിട്ടാ, പൂക്കോട്ടൂര്. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇനിയിപ്പോൾ അതാ ഇറങ്ങാൻ നിൽക്കണം. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ചെക്കൻ്റെ ടീമും എല്ലാവരും നാട്ടിലെത്തിയിട്ട് ഞങ്ങൾ നാട്ടിലത്തെ വഴികളിലൂടെ നടക്കുകയാണ്. അത് മേലെ ബസ്സായത് കാരണം അവിടെ വലിയ വണ്ടി ആയത് കാരണം അവിടെ നടത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത്ര സ്വീകരണമായിട്ട് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും ഉണ്ടാവുന്നു ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമുണ്ട്. ചെക്കന്മാരൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് ഞാനങ്ങനെ ആർക്കും പണിയെടുക്കുന്ന കൂട്ടത്തിലോ ഒന്നുമില്ല കേട്ടോ, കാരണം ഞാനങ്ങനെ ചെയ്യലില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതിൻ്റെ പാർട്ട് 3 ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഉൾക്കൊള്ളാൻ ഒരു സ്പേസ് ഇല്ലാത്തത് കാരണം അതാണ്. പിന്നെ ഓവർ ലെങ്ത് ആക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.